സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശിക്ക് വേണ്ടി ദയാദനം സ്വരൂപിക്കാൻ കാൽനട യാത്ര നടത്തുകയാണ് ജീവകാരുണ്യ പ്രവർത്തകനായ ജിൻഷാദ് കല്ലൂർ. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയാണ് യാത്ര. 34 കോടി രൂപയാണ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ആവശ്യം. ഈ തുക കണ്ടെത്താൻ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി പൊരുതുന്നതിനിടയിലാണ് ജിൻഷാദും കൈകോർക്കുന്നത്. മലപ്പുറം ജില്ല കടന്ന യാത്ര കാസർഗോഡ് എത്തുന്നതിന് മുൻപ് ലക്ഷ്യം കൈവരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജിൻഷാദ്. ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെയാണ് ദേശീയപാതയിലൂടെ ജിൻഷാദ് യാത്ര ചെയ്യുന്നത്. രാവും പകലുമില്ലാതെയുള്ള യാത്രയിൽ പാതയോരത്തെ ആരാധനാലയങ്ങളുടെ മുറ്റത്ത് തങ്ങിയുള്ള അല്പനേരത്തെ വിശ്രമം മാത്രമാണ് ജിൻഷാദ് എടുക്കുന്നത്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് ജീവിതങ്ങൾക്ക് താങ്ങായി മാറിയ കല്ലൂർ സ്വദേശിയായ ജിൻഷാദിന്റെ കാൽനട യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി കുടുംബമുണ്ട്. 18 വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി തുക കൈമാറേണ്ട അവസാന തീയതി ഈ മാസം 15-നാണ്. ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ തുക കണ്ടെത്താനായി മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ ജിൻഷാദിന്റെ പദയാത്രയും തുണയാകുമെന്ന പ്രതീക്ഷയിലാണ്. 18 വർഷമായിട്ട് സൗദിയിൽ ജയിലിലാണ് അദ്ദേഹം. മനഃപൂർവ്വമല്ലാത്ത ഒരു കൊലപാതകത്തിന്റെ പേരിലാണ് 18 വർഷമായിട്ട് കഠിന തടവിലാണ് അദ്ദേഹം. 16-ാം തീയതി അദ്ദേഹത്തിനെ തൂക്കിലേറ്റുന്ന ദിവസമാണ് ഈ മാസം 16-ാം തീയതി. അപ്പോൾ ഇത് നമ്മൾ പത്രമാധ്യമങ്ങളോടൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ പ്രവാസികളെ ഇപ്പോൾ നാട്ടിൽ എന്ത് പ്രളയം ഉണ്ടായാലും കൊറോണ ഉണ്ടായാലും അതുപോലെ തന്നെ